ഒരു പ്രശ്നം ഗൗരവമായി ഒരു ക്യാബിനറ്റിൽ വരുമ്പോൾ അത് എങ്ങനെ പരിഹരിക്കണം എന്നതിനെപ്പറ്റി കഴിഞ്ഞകാല അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ബേബി ജോണിന് വ്യക്തമായ ചില ധാരണകളൊക്കെ ഉണ്ടായിരുന്നു. മറ്റൊന്ന്, വെറും അദ്ദേഹം ഒരു ഭരണകർത്താവ് മാത്രമല്ല, അദ്ദേഹം ഒരു ട്രേഡ് യൂണിയൻ ലീഡറാണ്, ഒരു തൊഴിലാളി വർഗത്തിൻ്റെ നേതാവും കൂടിയാണ്. കൊല്ലത്തുള്ളതായിരിക്കുന്ന കശുവണ്ടി തൊഴിലാളികളും മറ്റും ഇവിടുത്തെയും കശുവണ്ടി തൊഴിലാളികളും അവർക്ക് സംഘടിതമായി ശബ്ദമുയർത്താനും അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുന്നതിലുമെല്ലാം മുൻനിന്ന് പ്രവർത്തിച്ച് അവർക്കൊരു മന്ദിരെടുത്തു കൊടുക്കാനും അവരുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലും ബേബി ജോണിനുള്ള കഴിവ് വളരെ അപാരമായിരുന്നു. അത് വളരെ മുൻകൈയെടുത്തുകൊണ്ട് തൊഴിലാളികൾക്ക് ആശ്വാസപ്രദമായിരുന്നു എന്ന് എനിക്ക് പറയാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ വിപ്ലവ പ്രസ്ഥാനത്തിലേക്കുള്ള മുന്നേറ്റവും അദ്ദേഹത്തിൻ്റെ തൊഴിലാളി വർഗത്തോടായിരിക്കുന്ന കൂറും അദ്ദേഹത്തിൻ്റെ ഒരു റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ ആശയഗതി ഈ രാജ്യത്ത് വളർന്നു വരുന്ന ഒരു ചിന്താഗതിയും ഈ രാജ്യത്തിലെ ജനങ്ങളെ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. ഇടതുപക്ഷ പ്രസ്ഥാനത്തെ വളരെയധികം മുമ്പോട്ട് നയിച്ചിട്ടുണ്ട്, മുമ്പധികം കുതിച്ച് മുമ്പോട്ട് പോകാൻ സഹായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ബേബി ജോണിനെ സ്മരിക്കുക എന്നുള്ളതും അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞകാല പ്രവർത്തനത്തിനെ അഭിവാദ്യം ചെയ്യുക എന്നുള്ളതും ഏതൊരു വിപ്ലവകാരിയുടെയും കടമയാണ്.